സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞ 8 വർഷത്തിനിടെ കൈപ്പറ്റിയ പരാതികളിൽ തീർപ്പാവാതെ അവശേഷിക്കുന്നവരുടെ എണ്ണം ഇനി പറയും വിധമാണ്. 2006-ൽ ആകെ കിട്ടിയ 4064 പരാതികളിൽ 920 എണ്ണം കെട്ടിക്കിടക്കുകയാണ്. 2007-ൽ 5155 പരാതികളാണ് എത്തിയത്. ഇതിൽ 604 എണ്ണവും തീർപ്പാവാതെ അവശേഷിക്കുന്നു. 2008-ൽ 6188 പരാതികളിൽ 1068 എണ്ണവും 2009-ൽ 5131 പരാതികളിൽ 1414 എണ്ണവും കെട്ടിക്കിടക്കുകയാണ്. 2010, 2011, 2012 എന്നീ വർഷങ്ങളിലെല്ലാം കിട്ടിയ പരാതികളിൽ പകുതിയോളം എണ്ണത്തിൽ മാത്രമേ തീർപ്പാക്കിയിട്ടുള്ളൂ. തീർപ്പാക്കാനായിട്ട് അതിൻ്റേതായ പരിമിതികളുണ്ട്. കാരണം ഇപ്പം പണ്ട് 5 പേരുണ്ടാകും. ഇപ്പം ഇത് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാറ്റ്യൂട്ടാണ്. അത് 3 കുറച്ചു. കാരണം പല സ്റ്റേറ്റിൽ ഇത് ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. 3 കുറച്ചപ്പോഴത്തേക്ക് പിന്നെ വർക്ക് എല്ലാ ജില്ലയിലും സിറ്റിംഗ് ആണ്. കാരണം കൂടുതലും വരുന്ന പാവങ്ങളാണ്. അവരെ തിരുവനന്തപുരത്തോട്ട് എല്ലാവരും വരാൻ പറയാമെന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലായിടത്തും ചെന്നെടുക്കുമ്പോഴേക്ക് താമസിക്കും. ഇപ്പം തന്നെ എറണാകുളത്ത് 2 ദിവസമേ സിറ്റിംഗ് ഉള്ളൂ. പത്തനംതിട്ട, കോട്ടയം, പാലക്കാടൊക്കെ ഓരോ ദിവസമേ സിറ്റിംഗ് ഉള്ളൂ. അപ്പം മാസത്തിലുള്ള അടുത്ത മാസം പിന്നെ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. തീർപ്പാക്കുന്ന പരാതികളിൽ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്ന ശുപാർശകളുടെയും അവസ്ഥ മറിച്ചല്ല. സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നടപ്പാക്കേണ്ട ശുപാർശകളിൽ നല്ലൊരു ശതമാനത്തിലും നടപടി ഉണ്ടാവുന്നില്ല. മനുഷ്യാവകാശ ലംഘനങ്ങൾ ഏറെക്കുറെ പതിവാണെന്നിരിക്കെ പൊതുജനങ്ങൾക്ക് ആശ്രയമാവേണ്ട ഒരു കമ്മീഷനാണ് ഇത്തരത്തിൽ നോക്കുകുത്തിയാവുന്നത്. സന്ധ്യ, മീഡിയ 1, കൊച്ചി.